ഇന്ന് ഈദ് ഹോളിഡേയ്സിൻ്റെ ഒന്നാമത്തെ ദിവസം എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വീടിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ലിഫ്റ്റിലൊക്കെ കയറി ഒരു 12 മണിയായപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. ആൾ നമ്മളെ വീട്ടിലോട്ട് ക്ഷണിച്ചതാണ് ആക്ച്വലി ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് നടക്കേണ്ട ദൂരമേ ഉള്ളൂ ആളുടെ ഫ്ലാറ്റിലോട്ട്. നമ്മൾ റൂമിൽ നിന്ന് നോക്കിയാൽ തന്നെ അവരുടെ ഫ്ലാറ്റ് കാണാം. അപ്പം ഈ കാണുന്ന ഈ ഫ്ലാറ്റുകളുടെ ഇടയിൽ ആ ഒരു യെല്ലോ ബിൽഡിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതാണ് ചന്തുവേട്ടൻ താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. അവിടെ ചെറിയൊരു മോനുണ്ട്. അപ്പം അവൻ എന്തെങ്കിലും ഒന്ന് മേടിച്ച് കൊടുക്കാമെന്ന് വെച്ച്, ചോക്ലേറ്റ് മേടിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി. പോകുന്ന വഴിക്കുണ്ട് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സെക്ഷനകത്ത് ഇപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി. അമ്പിക്കാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാണ്ട് ഇവനെ എടുത്താൽ മതി. അപ്പം നമ്മൾ അവസാനം പ്ലാൻ മാറ്റി നമ്മൾ ഐസ്ക്രീം എടുക്കാമെന്ന് വെച്ചു. കാരണം റമദാൻ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ പൈസക്ക് നമുക്ക് 2 ഐസ്ക്രീം കിട്ടി, മാംഗോവും ചോക്ലേറ്റും. അപ്പോൾ ഐസ്ക്രീം എടുത്ത് നേരെ നടന്നാൽ, ഇപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് നേരെ നടന്നു കഴിഞ്ഞാൽ ചന്തുവേട്ടൻ്റെ ഫ്ലാറ്റിലെത്തി. ഈ ഇടയിലൂടെ അങ്ങ് നടന്നാൽ മതി, 2 ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ അങ്ങ് നടന്നാൽ മതി. അപ്പോൾ ഇതാണ് ചന്തുവേട്ടൻ്റെ ഫ്ലാറ്റ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ വളരെ അടുത്തായതുകൊണ്ട് ഇപ്പം ഓണം വിഷു ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ രണ്ടാളും ഇങ്ങോട്ടേക്ക് വരും. ലിഫ്റ്റ് കയറുമ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അവരുടെ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ആശയാണ് വാതിൽ തുറന്നത്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ട് അവൻ ഉണ്ടാക്കി കുറച്ച് വാച്ചിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നു. അപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. നമ്മൾ ഫുഡ് എത്തി. അപ്പം ബിരിയാണീൻ്റെ മേലെ മുട്ട കണ്ടപ്പോൾ ആൾ കുറച്ച് അപ്സെറ്റായി, ചിക്കൻ ബിരിയാണി അല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പം പക്ഷേ ആക്ച്വലി അത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല തലശ്ശേരി ബിരിയാണി, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ആശി യൂനോ ഇങ്ങനെ കളിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു. ചെറുപ്പത്തിൽ കളിച്ചതായിരുന്നു, പിന്നെ മറന്നുപോയി. അപ്പോൾ അവൻ നമുക്ക് കാര്യമായിട്ട് പഠിപ്പിച്ചു തന്നു. അതിനുശേഷം നമ്മളെല്ലാവരും ഇരുന്ന് കുറച്ച് നേരം യൂനോ കളിച്ചു. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഇതിപ്പോൾ അവൻ ജയിച്ചതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണിത്. പിന്നെ നമ്മൾ കുൽഫിയൊക്കെ കഴിച്ചിട്ട് ഒരു ചെറിയൊരു ബോളിൻ്റെ ഒരു ഗെയിമും കൂടി കളിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രിത്തേക്കുള്ള ബിരിയാണി കൂടി നമ്മൾ പാർസൽ എടുത്ത് ഇനിയിപ്പം നേരിട്ട് നമ്മൾ നെസ്റ്റോയിലോട്ടാണ് പോകുന്നത്. നാളെ ഈദാണ്. അപ്പം നമ്മുടെ ദീദിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ നെസ്റ്റോ പോകുന്നത്. അപ്പം നെസ്റ്റോ എത്തി. നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി. അപ്പം ഈ 2 ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി. ദീദിക്ക് റെഡ് കളർ ഇഷ്ടമാണ്, പക്ഷേ റെഡിൻ്റെ ക്ലോത്ത് അത്ര രസമുണ്ടായിരുന്നു. നമ്മൾ ഇതെടുത്തു. എന്നിട്ട് നാളെ നമ്മളെ ഫ്ലാറ്റിൽ മട്ടൻ ബിരിയാണിയാണ്. അപ്പം ഓരോരാൾ ഓരോരോ സെക്ഷൻ എടുത്തു. നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് ബിരിയാണി റൈസാണ്. അപ്പോൾ റൈസ് വാങ്ങിച്ച് നമ്മൾ നെസ്റ്റോന്ന് ഇറങ്ങി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഇപ്പോൾ രാത്രിയായി. ഇനി വീട്ടിലോട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്തു.